തേക്കിൻ കാർഡും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്നു ആരവം നിറയ്ക്കുന്ന തേക്കിൻ കാർഡ് കാർണിവൽ 2021 നവംബർ 2 ദുബായ് എറ്റിസലാറ്റ് അക്കാദമിയിൽ. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ബിജിക്കുട്ടൻ ചേട്ടാ, ആൻ പ്രസാദ് ഏട്ടാ. സ്വാഗതം, സുസ്വാഗതം. എന്നാ പിന്നെ ആദ്യത്തെ സ്കിറ്റ് ഇങ്ങനെ വെക്കാം. പോൾസേട്ടൻ, ബാസ്ചേട്ടൻ കൂടെ, അനീഷ് ഒരു നല്ല കൈഡി. ചമ്പക്കുളം തച്ചതുണ്ടം പിടിപ്പിച്ച പൊന്നാഞ്ഞിലിത്തോടിയോ. ചമ്പക്കുളം തച്ചനോ? ഇത് പെരുന്തച്ചനാണ്. പെരുന്തച്ചന് പറ്റിയ പാട്ടിടും. റൈറ്റ് ഇല്ല. കേരളത്തിൽ പെരുന്തത്തിന് റൈറ്റ്സ് ഇല്ലേ? ഏത് സംസ്ഥാനത്തിൽ പോയ പെരുന്തത്തിന് റൈറ്റ്സ് കിട്ടും? ഞാൻ ഈ വിവരം വെച്ച് ആന്ധ്രയിൽ പോകണമെന്നാണ് പറഞ്ഞു വരുന്നത്. എന്ത് ചെയ്യാനെന്ന് പറയാ, ഒരു പാട്ടിന് പോലും റൈറ്റ്സ് ഇല്ലാത്ത ഒരു നാട്ടിലാണല്ലോ ഞാൻ വന്ന് പെട്ടേക്കുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈയിടെ സാമ്പത്തികമായിട്ട് ഇച്ചിരി ടൈറ്റിലാണ്. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാന്ന് വെച്ചാൽ ചന്ദനത്തിരി കത്തിച്ച് തുടങ്ങാൻ ചന്ദനത്തിരി മേടിക്കാനുള്ള പൈസ ഇല്ല. അതുകൊണ്ട് ചന്ദനത്തിരിയുടെ ഫിഗറുള്ള 3 ഈർക്കിലി കത്തിച്ച് വെച്ച് ഞാൻ എല്ലാവരും ഒന്ന് സഹകരിച്ചു. ഹലോ സുഹൃത്തെ, ഇതെന്താണ് ഭയങ്കര കൊത്തുപണിക്കാരനാണ്, തച്ചനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സെറ്റപ്പ് എന്താ? എന്റെ പൊന്നെ, ഇപ്പം പഴയ പോലെ കൊത്തുപണിക്കൊന്നും വലിയ മാർക്കറ്റ് ഇല്ല. എല്ലാരും ഇപ്പൊ സ്റ്റീലിന്റെ ഡോറും കട്ടളയും അലമാരയൊക്കെ മേടിച്ച് വെക്കുമല്ലേ. മരപ്പണി ഇല്ല. ഉളിയിരുന്ന് തുരുമ്പ് പിടിച്ചു. അങ്ങനെ ഞാൻ നോക്കിയാൽ കിട്ടിയ ഒരു ഐഡിയ ആണ് നെയ്യപ്പ കച്ചവടം. അങ്ങനെ തുടങ്ങിയൊരു സംഭവമാണ്. എങ്ങനെയുണ്ട്? ചിക്കൻസ് പോലും നല്ലൊരു മനുഷ്യൻ. അജീവേ ഒന്ന് വായിച്ചത് ഞാനങ്ങ് തുടങ്ങി. ഇത് എന്റെ മകൻ കണ്ണനിട്ട പേരായി ഈ സംഭവം. ഞാൻ അവനോട് മര്യാദക്ക് പറഞ്ഞു, പേര് മാറ്റിയത് അച്ഛന്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല. ജന്മം ചെയ്ത സമ്മതിക്കില്ല. ഇപ്പൊ ഞാൻ ഇവിടെ കിടന്ന് മെഴുകുക. വേറെ കാര്യം പറയാൻ വന്നു. പ്രസാദ, ഓണം, വിഷു, വയറ് കാണൽ, അടുക്കള കാണൽ, അങ്ങനെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നെയ്യപ്പം നീ എഴുതി വെച്ചിരിക്കുന്ന കടയിലെ തന്നെ. ഈ കയ്യിലെന്താണ് ഒരു ചെറിയൊരു പാട്, മുറിവോ? ഇതൊരു കുത്തിടാൻ മറന്നുപോയി കിട്ടിയ കുത്ത. ഞങ്ങളുടെ നാട്ടിലെ ഒരു തറവാടുണ്ട്, കെ ഇന്ദിരാമ്മയുടെ തറവാട്. ഞാൻ അവിടെ ഒരു പണിക്ക് വന്നപ്പോ ഇന്ദിരാമ്മ പറഞ്ഞു, മോനെ തച്ച, ഉമ്മറപ്പടിയിൽ തന്നെ കെ ഇന്ദിരാമ്മ എന്ന് ഇംഗ്ലീഷിൽ കൊത്തി വെച്ച് തന്നെ ഒന്നു. ഞാൻ കൊത്തി വെച്ചപ്പോ കെ കഴിഞ്ഞിട്ട് കുത്തിടാൻ മറന്നുപോയി. അവരെ ഭർത്താവ് ഒന്ന് നോക്കിയപ്പോ വായിച്ചു നോക്കിയപ്പോ കിണ്ടിരമ്മ എന്ന് എഴുതി വെച്ചു. ഉളിയെടുത്ത ഒറ്റ കിണ്ട, അതങ്ങനെ കിട്ടിയ, അങ്ങനെ കുത്തിടാൻ മറന്നുപോയപ്പോ കിട്ടിയ കുത്ത. ഇത് എന്ത് ചെയ്യാൻ ഭയങ്കര പ്രശ്നമുള്ള തച്ചാ, ഒരു രക്ഷയില്ല, പെട്ട് കേൾക്കുക. ഒരു സെക്കൻഡ് ഇതേ ഓരോരുത്തർ നെയ്യപ്പത്തിന് വേണ്ടി ഓർഡർ എടുക്കാൻ വിളിച്ചോണ്ടിരിക്കുക. ഒരു സെക്കൻഡ് ഇപ്പൊ വരാം. ഹലോ തച്ചനല്ലേ? ആണല്ലോ. തച്ച പരുന്ത് കൊത്തോ? പരുന്ത് കൊത്തുമല്ലോ, റാഞ്ചു വരും. അതല്ലെന്ന്, ഈ പരുന്തിനെ തടിയിൽ കൊത്തി വെക്കില്ലേന്ന്. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ തടിയിലുള്ള കൊത്തുപണിയൊക്കെ നിർത്തി നെയ്യപ്പത്തിന്റെ ബിസിനസ്സാ. നെയ്യപ്പോ? ആ നെയ്യപ്പം. ഇനി നിങ്ങൾക്ക് വേണേ പരുന്തിന്റെ രൂപത്തിലൊരു നെയ്യപ്പം അങ്ങോട്ട് ഉണ്ടാക്കി തരാം. പരുന്തിന്റെ രൂപത്തിൽ നെയ്യപ്പം ഉണ്ടാക്കിയാൽ ഒരു ഗുണമുണ്ട്. എന്ത് ഗുണം? കാക്ക വന്ന് റാഞ്ചത്തില്ല. പരുന്തിനെ കാക്കക്ക് പേടിയാണല്ലോ. ഞാൻ എന്നെ സാധനം അടിച്ചു കിടന്നത്. ഇപ്പൊ അവൻ ചിരിച്ചവൻ വീട് കാണും. ഇപ്പൊ അവിടെ കിടന്നത് ഓരോ അവസ്ഥ. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ എന്റെ മോൻ കണ്ണൻ. ഇതുപോലെ ഒരു സ്നേഹവും ഒരു ബഹുമാനവും ഉള്ളൊരു മകനെ കിട്ടിയാണ് എൻ്റെ ഭാഗ്യം. എന്നോട് മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ പ്രായമുള്ളവരും ഭയങ്കര ബഹുമാന. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടവന്. ഒരു കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ, നാളെ പോലെ നെയ്യപ്പം ഉണ്ടാക്കി ബാക്കി തന്നിട്ട് ഞാൻ വീഡിയോയിൽ കൊണ്ട് കൊടുക്കില്ല. ഒരുമാതിരി പരിപാടി ആയിട്ടിരുന്നത് ഇല്ല, തനിക്കൊന്നും നിങ്ങൾ അറിയൂ. ഞാൻ ആദ്യം പറഞ്ഞ അങ്ങ് മായച്ചു കളഞ്ഞത്. ഇതുപോലെ ഒരു അഴുക്ക ചെറുക്കൻ തന്തേക്കാൾ മോശം. എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അച്ഛനറിയാവോ? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരല്ലേ എന്നെ കളിയാക്കുവാണ്. തച്ചന്റെ മോൻ എന്താണ് നെയ്യപ്പ കച്ചവടമായിട്ട് വന്നേക്കണെന്ന്. ഇത് വേറെ ഒരു പണി എനിക്ക് നിങ്ങൾക്ക് സംഘടിപ്പിച്ചു തരാൻ തോന്നി. 3ാം ക്ലാസ് തോറ്റ നിന്നെ ഞാൻ കളക്ടറാക്കണം. പഠിക്കാൻ പറഞ്ഞു വിട്ടപ്പോ പഠിക്കണമായിരുന്നു. അല്ലാതെ അച്ഛന്റെ പാവയുടെ കവളത്തടിക്കുന്ന പാവ ഉണ്ടായിക്കൊണ്ടെന്നാണ് ഇങ്ങനെ. അച്ഛൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തായാലും നിങ്ങൾ ലിങ്കേജ് ലോൺ എടുത്ത് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയപ്പോ നല്ലൊരു പരിപാടി തുടങ്ങാൻ വല്ലായിരുന്നു അച്ഛാ. മോനെ ഫൈസി, അത് ഈ ഡയലോഗ് അല്ലെങ്കിൽ ഫൈസി വന്നാലേ കറക്റ്റായിട്ട് നടക്കും. മോനെ ഫൈസി, എന്റെ ഓരോ നെയ്യപ്പത്തിലും
ഓരോ മുഖത്ത് ഇറങ്ങിയിട്ടുണ്ടോ? എന്ത് സംഭവമാണ് അച്ഛാ നിങ്ങൾ ഉണ്ടാക്കി വെക്കണത്? നിങ്ങൾ നെയ്യപ്പം വായിൽ വെക്കാൻ കൊള്ളാവോ? എന്റെ ഉണ്ണിയപ്പത്തിനാണ് ഇപ്പൊ മൊത്തത്തിൽ അഭിപ്രായം. അതിനാ? അച്ഛന്റെ മാവ് വെട്ടി മാറ്റിയ ചെറുത്താനാണ്. ഞാനിവിടെ മാവ് വെട്ടി മാവ് ഇപ്പോഴും തെക്കുമ്പുറത്ത് നിൽപ്പുണ്ട്. എടാ ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാൻ വെച്ച മാവ് വെട്ടി അടിച്ചു മാറ്റില്ല, നീ ഉണ്ണിയപ്പം ഉണ്ടാക്കി പഠിച്ചു. അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നാട്ടുകാർക്ക് ഇപ്പൊ എന്റെ ഉണ്ണിയപ്പത്തോടാണ് പ്രിയം. അച്ഛൻ അത്രയും മനസ്സിലാക്കിയാൽ മതി. എടാ നീ ഇങ്ങനെ കിടന്ന് തുള്ളാടാ. എന്റെ എന്തെങ്കിലും കഴിവ് മാനായി നിനക്ക് കിട്ടിയിട്ടുണ്ടോ? അതിന് അച്ഛൻ എന്ത് കഴിവാണ് ഉള്ളത്? എനിക്ക് എന്ത് കഴിവാണുള്ളതെന്നോ? പറയും. ഇവിടെ കരിങ്കല്ലേന്ന് സംഗീതം കേൾപ്പിച്ച സപ്തസ്വരങ്ങൾ കേൾപ്പിച്ച ആളാണ് തച്ചൻ. ഇവിടെ ഇപ്പൊ നല്ല പിള്ളേര് കീബോർഡൊന്നും പാട്ട് വരെ വായിക്കണ്ട. നിങ്ങൾ ഇപ്പോഴും ആ കരിങ്കല്ല് ഉളിയും വെച്ചോണ്ടിരിക്കുക. എന്ത് മനുഷ്യനാണ്? പൊളിക്കുവാണല്ലോ എന്നെ. എന്നാ കേട്ടോ, കഴിവ് നമ്പർ 2. ഒരൊറ്റ ആടൂരത്തിലേക്ക് 101 കഴുക്കോൾ കയറ്റിയവനാണ് ഈ തച്ചൻ. ഇതാണ് വലിയ സംഭവം. ഇതിലും വലിയ സംഭവം പ്രൈവറ്റ് ബസ്സിലെ കിളിമാറി ചെയ്യുന്നുണ്ടല്ലോ. 50 പേര് കയറുന്ന ബസ്സിൽ അവർ 500 പേരെയാണ് അടിച്ചു കയറ്റുന്നത്. ഒരു രീതിയിലും തന്തേനെ ഉയരാൻ സമ്മതിക്കും. എന്നാ കേട്ടോ, കഴിവ് നമ്പർ 3. എടാ, എന്റെ കൊത്തുമണിയെ കുറിച്ച് നിനക്കെന്തറിയാം? ഈ നാട്ടിലിറങ്ങി ഓരോ വീട്ടിലും ഡോറിൽ ചെന്ന് നോക്കണം, ഞാൻ എന്താ കൊത്തി വെച്ചേക്കുന്നത്. അതാണ് ഞാനിപ്പോ നാട്ടിലിറങ്ങുമ്പോ ആൾക്കാർ ചോദിക്കണത്, നിന്റെ അപ്പം തച്ചൻ എന്താണ് കൊത്തി വെച്ചേക്കണത്? ഒന്നെങ്കിൽ കൊത്തണം നിങ്ങൾക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ കാണുന്ന നാട്ടുകാർക്ക് മനസ്സിലാവണം. ഇതാർക്കും മനസ്സിലാവണില്ല. എന്നാന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഇല്ലെന്ന്. അതാണ് മോനെ മോഡേൺ ആർട്ട്. ഇതൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് മോഡേൺ ആർട്ടിൽ നിന്ന് പേരിടുവണം. അത് പോട്ടെ അച്ഛാ, അത് ഞാൻ വിട്ടു. പക്ഷെ നിങ്ങൾ കുടുംബത്തിനൊരു ചീത്തപ്പേര് നിങ്ങൾ ഉണ്ടാക്കി വെച്ചത്. നിങ്ങൾ ഡോറ് മാറ്റി ഫിറ്റ് ചെയ്തില്ല അച്ഛാ. മോനെ കണ്ണാ, നാട്ടുകാർ പറയുന്ന കേട്ട് അച്ഛനെ ചോദ്യം ചെയ്യാൻ പറ്റരുത്. ഈ തച്ചൻ ഒരിക്കലും ഡോറ് മാറി പോയിട്ടില്ല, പിന്നെ വീടാണ് മാറിപ്പോയി. രാമകൃഷ്ണന്റെ ബംഗാളിൽ വെക്കാനുള്ള കഥ കൊണ്ടുപോയി വാസുവിന്റെ കക്കൂസിന് ഫിറ്റ് ചെയ്തു. അങ്ങനെ ഒരു അബദ്ധം. എന്റെ അച്ഛാ, ഞാൻ അറിയാൻ മേലെ തന്നെ എന്നാ സാധനം അടിച്ചു കയറ്റിട്ടാ ഇതുപോലെ മാറിപ്പോയത്? കണ്ണാ, അച്ഛനോട് അപമര്യാദയായിട്ട് പെരുമാറുന്നു. ഗുരുത്തം വേണം, ഗുരുത്തം വേണം. അറിയാലോ, ഇവിടെ പുരാണത്തിലൊക്കെ യുദ്ധഭൂമിയിൽ അർജുൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയാവോ? ആരാണ് അർജുൻ? എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാവോ? അർജുൻ പറഞ്ഞൊക്കെ എനിക്കറിയാം. എന്നാ പറഞ്ഞ കേക്കട്ടെ. ഇതിന് 20 മിനിറ്റ് ലെങ്ത് വേണം, പിന്നെ 50 മാർക്ക് കുറവായി കഴിഞ്ഞാൽ ഞാൻ പുറത്താക്കുന്നു. ഇത് ആര് പറഞ്ഞ കാര്യമാണ്? ഐറ്റം മേറയുടെ ഡയറക്ടർ അർജുൻ സാർ പറഞ്ഞ കാര്യമാണിത്. കിറ്റിന്ന് ഇറങ്ങി പോവാണോ? സോറി തിരിച്ചോ. നെയ്യപ്പം ഉണ്ടാക്കാൻ അടുപ്പ് കത്തിക്കാനുള്ള പരിപാടി എല്ലാം എടുക്കൂ. പ്രാർത്ഥിച്ചോണം, കത്തിക്കാൻ പോവാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നിൽക്കുമ്പോ പേടിപ്പിക്കരുതെന്ന്. എന്താ തന്നെയാണോ അത്? ഒന്നാന്തി പോയി പരദേവതകളെ. അതാണ് മീറ്റർ. പരദേവതകളെ, അപശകുനമാണല്ലോ ഞാൻ കാണുന്നത്. ഇതാ അടുപ്പിൽ തീനാളം തെളിയുന്നില്ല, അണഞ്ഞു പോയിരിക്കുന്നു. എന്താണ് ഇതിനൊരു പ്രതിവിധി? പരദേവതകളെ പറയൂ, എന്താണ് ഇതിനൊരു പ്രതിവിധി? അതിന് പരദേവതകളെ വിളിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞുതരാം. ഈ കറങ്ങുന്ന ഫാന്റെ സ്വിച്ച് അറിയാമെങ്കിൽ പോയി ഓഫ് ചെയ്യും. ഈ കാര്യത്തിനാണ് പരദേവതകളെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഉയരാൻ ഈ ചെറുക്കൻ സമ്മതിക്കത്തില്ല. എന്തെങ്കിലും ഒരു പഞ്ചടിക്കാന്ന് വെച്ചാൽ ഇടക്ക് കയറി വീണ് കൊളവാക്കും. ആരാണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ അച്ഛാ. കണ്ണാ, കിഴക്ക് ദിക്കിൽ നിന്നും ആരോ വരുന്നുണ്ട്. കാര്യം ഞാൻ പറയട്ടെ, ഈ ഒരു കാര്യത്തിൽ അച്ഛനെ സമ്മതിക്കാണ്ടിരിക്കാൻ അച്ഛൻ ഞാൻ ആ കാലത്തൊട്ട് ഞാൻ ഒന്ന് കാലെ പിടിച്ചോട്ടെ. എന്നാ അകക്കണ്ടെന്നറിയോ? ഭയങ്കര ഉൾക്കാഴ്ചയാണ്, ഭയങ്കര ഉൾക്കാഴ്ച. ഈ പൊക്കവും വെളുപ്പുണ്ടെന്നേ ഉള്ളു, 10 പൈസയുടെ ബോധമില്ല. 3 മാസം മുമ്പ് ഞാനൊരു CCTV വെച്ച കാര്യം ഈ പൊട്ടൻ അറിഞ്ഞിട്ടില്ല. നിങ്ങളായിട്ട് ഇനി അവന് പറഞ്ഞു കൊടുക്കണ്ട. ഈ ഒരു കാര്യത്തിലെങ്കിൽ ഞാനൊന്ന് ടോപ്പിൽ നിന്നോട്ടെ. പറഞ്ഞ അതേ പിടിച്ച് എന്നെ താഴ്ത്തും. നമസ്കാരം. ആയിക്കോട്ടെ. കിഴക്കൂന്ന് വന്ന ചന്ദ്രനാണേ. കിഴക്കുന്ന ചന്ദ്രനല്ലോ, സൂര്യനല്ലേ വരുന്നത്. കാര്യാക്കണ്ട, എന്റെ മോനാ. അങ്ങനെ വരുള്ളൂ. അതല്ല, കിഴക്ക് ദേശത്തെ കാർക്കോടകൻ തറവാടെന്നൊരു തറവാടുണ്ട്. ആ തറവാടത്തെ ചന്ദ്രവർമ്മയാണ് ഞാൻ. ഓഹോ, അല്ല ചന്ദ്രവർമ്മ എങ്ങനെ ഇങ്ങോട്ട് എത്തിയത്? നടന്നെത്തി. ഇത്രയും ദൂരം നടന്നു വരേണ്ട കാര്യമുണ്ടോ? കാറിന് വരരുതായിരുന്നോ? കാറില്ലാത്തോണ്ട് ഞാൻ നടന്നെങ്കിൽ വന്നു. കാറില്ലാത്തോണ്ടെങ്കിൽ പിന്നെ നടന്നു വന്നാ കാറിനെങ്കിൽ വന്നാ പോരെ? കാറില്ലാത്തോണ്ടെങ്കിലൊന്നല്ല, പിന്നെ കാറ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നടന്നെങ്കിൽ വന്നു പറഞ്ഞു. അത് ഞാൻ കുറെ നാളുടെ ചോദിക്കുന്നുണ്ട്. എന്താണ്? നിങ്ങൾ പഞ്ചാബിൽ നിന്ന് കുടിയേറി പാർത്തവരാണോ? അതല്ല, അങ്ങനെ ഹർഭജൻ സിംഗിനെ പോലെ തലയിലൊരു മുഴ. ഇത് മുഴയല്ല, അച്ഛന്റെ ഹെയർ സ്റ്റൈലാണ്. നിങ്ങൾ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറയൂ. അടുത്ത ദുഷ്ടാഷ്ടമിക്ക് അച്ഛനെ പോലെ തന്നെ കാണുമ്പോൾ ഗൗരവമുള്ളൂ, അക്ഷരത്തില്ല. അടുത്ത ദുർഗാഷ്ടമിക്ക് തറവാട്ടിൽ ഒരു വിശേഷം നടക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് പലഹാരങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നു. ആയിക്കോട്ടെ.
വർമ്മയ്ക്ക് പറഞ്ഞാ മതി എത്ര നെയ്യപ്പം വേണമെന്ന്. നിങ്ങൾ പറയുന്ന രൂപത്തിൽ ഈ തച്ചൻ നെയ്യപ്പം ഉണ്ടാക്കി തരും. പറയുന്ന രൂപത്തിൽ നെയ്യപ്പത്തിന് ഒറ്റ രൂപയിലുള്ളൂ, വട്ടത്തില് ചപ്പിളിക്ക പോലെ. അത് സാധാരണക്കാരുണ്ടാക്കുമ്പോൾ ഇത് തച്ചന്റെ നെയ്യപ്പം അതെങ്ങനെ? ഷേപ്പ് പലതും വരും. എങ്ങനെ? ഒരു സൈഡിൽ നോക്കിയാൽ വട്ടത്തിലിരിക്കും, മറു സൈഡിൽ നോക്കിയാൽ ചതുരത്തിലിരിക്കും, വേറൊരു സൈഡിൽ നോക്കിയാൽ ത്രികോണത്തിലിരിക്കും, മറ്റൊരു സൈഡിൽ നോക്കിയാൽ ഷഡ്ഭുജത്തിലിരിക്കും. എങ്കിൽ ഞാനൊരു സൈഡിൽ നോക്കട്ടെ. ചന്ദ്ര 4 സൈഡേ ഉണ്ടായിരുന്നുള്ളൂ. ആ 4 സൈഡിൽ നിന്ന് ഞാൻ നോക്കി, ചന്ദ്രൻ നോക്കാൻ സൈഡില്ല. ചന്ദ്രൻ കമ്പി. എന്നാൽ ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കുമ്പോ നോക്കി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും. ഞാൻ ഇതുപോലെ ശരിയല്ല ഞാൻ പറഞ്ഞു. അതെ. നെയ്യപ്പം എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ഉണ്ടാക്കി എത്തിച്ചു തരുന്നതായിരിക്കും. ഒരു കാര്യം പറഞ്ഞാൽ നീരസം തോന്നരുത്. എന്താണാവോ? തറവാട്ടിലെ അന്തർജനങ്ങൾക്ക് ഇപ്പോ തച്ചന്റെ നെയ്യത്തോട് അത്ര താല്പര്യമില്ല. ആ, അതെ. മകന്റെ ഉണ്ണിയപ്പം മതി എന്നാ അവര് പറയുന്നേ. കേട്ട വാർത്ത, എന്റെ ഉണ്ണിയപ്പത്തിനാണ് ഡിമാൻഡ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ കിടപ്പ്. തച്ചന്റെ നെയ്യപ്പത്തേക്കാൾ വളർന്നിരിക്കുന്നു കണ്ണന്റെ ഉണ്ണിയപ്പം എന്നാണോ? എന്തൊക്കെ പറഞ്ഞാലും എന്റെ നെയ്യപ്പത്തിന്റെ പഞ്ചില്ല ഇവന്റെ ഉണ്ണിയപ്പത്തിന്. എന്റെ നെയ്യപ്പത്തിനാണ് പഞ്ച്. അതെ, അത് പറയുന്നത് നാട്ടിൽ മുഴുവൻ അഭിപ്രായം എന്റെ ഉണ്ണിയപ്പത്തിനാണ്. എടാ, എന്റെ മാവ് അടിച്ചു മാറ്റി നീ ഉണ്ടാക്കി പഠിച്ചത് ഇല്ല, അത് വിട്ടില്ല, ടേസ്റ്റ് എന്റെ ഉണ്ണിയപ്പത്തിനാണ്. അത് പറഞ്ഞിട്ട് കാര്യമല്ല. കഴിക്കുന്ന ആൾക്കാർ കണ്ണാ ചാടല്ല. നീ എത്രയൊക്കെ ചാടിയാലും ഈ തച്ചനിരിക്കുന്ന തട്ടത്താണ് നന്നിരിക്കും. അത് അങ്ങനെയല്ലല്ലോ, വറം ആരാരിരിക്കുന്ന തട്ട് താണെന്നിരിക്കുന്നല്ലേ. പേരിൽ വലിയ കാര്യമില്ല. കനം കൂടുതലുള്ള എവിടെ ഇരിക്കുന്നു ആ തട്ടത്താണ്. ഇവിടെ തച്ചനാണോ കൊച്ചനാണോ വെയിറ്റ് കൂടുതൽ? തച്ചന്. അതാണ് പറഞ്ഞത്. ഈ തച്ചനിരിക്കുന്ന തട്ടത്താണ് നന്നിരിക്കും. നാട്ടുകാര് പറഞ്ഞ ചുമ്മാതല്ല, തച്ചന് കോംപ്ലക്സ് ആണ്. ഞാൻ കേട്ടിട്ടുണ്ട് പെരുന്തച്ചന്റെ കോംപ്ലക്സ് എന്ന്. എന്റെ പൊന്ന് വർമ്മേ, അതൊക്കെ അസൂയാലുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. അത് ഈ 3 സെന്റ് പടുതായി മരിച്ചു കെട്ടി കിടക്കണം. എനിക്ക് അവിടെ കോംപ്ലക്സ്, എനിക്കൊരു പെട്ടിക്കട പോലും. അയ്യോ, ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. തച്ചന് ഈഗോയാണ്, ഈഗോ. അത് നിങ്ങൾക്ക് തെറ്റിപ്പോയി. അച്ഛന് ഈഗോ അല്ല ഉള്ളത്, വീഗോയാണ്. അതേ കാര്യം കുടുമി വെച്ച് പറപ്പിച്ച് പുഴുവടിച്ച് പോണ കാണാം. മാന്ത്രണ്ട മാന്തി പൊളിക്കണ്ട. തച്ചൻ എത്ര നെയ്യപ്പം വേണം? എന്റെ നെയ്യപ്പം തന്നെ ബെസ്റ്റ്. അത് നാട്ടിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ തച്ചന്റെ കൂട്ടൊന്ന് പറയേണ്ടി വരും. കൂട്ട് പറയുമല്ലോ, വായിക്കുമല്ലേ ഫ്ലൂട്ട്. കൂട്ടല്ല, കൂട്ട് നെയ്യപ്പത്തിന്റെ. അതങ്ങനെ പറഞ്ഞു തരാൻ പാടില്ല. അതീവ രഹസ്യമായിട്ടുള്ളൊരു കൂട്ടാണിത്. ആണോ? കാരണന്മാരായിട്ട് തലമുറകളായി കൈമാറി വന്ന താളിയോലയെ പറഞ്ഞിരിക്കുന്ന പ്രത്യേകത ഒരു കൂട്ടാണിത്. ശരി. പിന്നെ അയ്യോ, അരിപ്പൊടി, പഴം, ശർക്കര, തേങ്ങാക്കൊത്ത്, ഏലക്കാപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് എള്ളും കൂടെ വിതറി നന്നായിട്ട് പൊളിപ്പിച്ചെടുത്ത പൊടി ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഒഴിച്ച് നെയ്യപ്പമായിട്ട് കോരിയെടുക്കും. നല്ല ടേസ്റ്റുള്ള നെയ്യപ്പമാണിത്. ഇത് അതീവ രഹസ്യമായ ഒരു കൂട്ടാണ്. ഇത് ആരോടും പറയാൻ പാടില്ല. പറയാൻ പാടില്ല. അരി, ശർക്കര, പഴം എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുത്ത് ഏലക്കാപ്പൊടി ഇട്ടില്ല. ഏലക്കാപ്പൊടി ഇട്ട് എന്നിട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് എള്ളും പൊടി വിതറി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ചുട്ടെടുക്കുന്നതാണ് ഈ നെയ്യപ്പം. അതെ. ഇതാരും അറിയരുത്, രഹസ്യമായിരിക്കണം. തച്ചനോടുകൂടി ഇത് മണ്ണിലോട്ട് അലിഞ്ഞ് ചേരട്ടെ. അവിടെ ആരൊക്കെ വന്ന് കേറിയിട്ടുണ്ട് അവരോടൊക്കെ പുള്ളി ഇത് പറഞ്ഞു കൊടുക്കും. പുള്ളിയുടെ ഈ രഹസ്യം കാരണം നിങ്ങൾക്കറിയാവോ, ഈ പഞ്ചായത്തിൽ ഇപ്പൊ 50ഓളം നെയ്യപ്പക്കടയുണ്ട്. എങ്ങനെ സാധിക്കില്ല അച്ഛാ ഈ രഹസ്യം ഇങ്ങനെ സൂക്ഷിക്കാൻ? ആണ് തച്ചന്റെ മനോബലം. അച്ഛന്റെ മനോബലം എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്, കാരണവരായി പോയി. മോനെ ഫൈസി. ദേശീയല്ല, ചന്ദ്രവർമ്മ. ആയിക്കോട്ടെ, എനിക്ക് ഈ ഡയലോഗ് പറയണ ഈ ഫൈസി വന്ന ഫൈസി എന്ന് പറയുമ്പോ ഒന്ന് മൂളാവോ? മോനെ ഫൈസി. മൂളിയില്ല, ഒരുമാതിരി മൂളായിപ്പോയി. പോട്ടെ മോനെ ഫൈസി, എന്റെ ഓരോ നെയ്യപ്പത്തിലും ഓരോ മുഖബത്ത് അടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടോ? ഉള്ളതാണേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പയ്യന്റെ ഉണ്ണിയപ്പം വേണ്ട, എനിക്ക് തച്ചന്റെ നെയ്യപ്പം മതി. ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നു. 250 പാഴ്സൽ എടുത്തോ. ആണോ? ഒരു 10 ഉണ്ണിയപ്പം എടുക്കാം. ഒന്നുമില്ല, പുള്ളി പറഞ്ഞ എന്തൊരു സാധനം നെയ്യപ്പത്തിന്റെ ഇടയ്ക്ക് ഉണ്ണിയപ്പോയിട്ട് അളക്കരുത് കേട്ടോ. 250 പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ പാക്ക് ചെയ്ത് നിന്നാ, ഇല്ലെങ്കിൽ അതാണ്. പാക്ക് ചെയ്ത് ലാഗ് അടിച്ചത്. ഐശ്വര്യമായിട്ട് ഈ ദക്ഷിണ അങ്ങോട്ട് വെക്കുക. ബാക്കി കയ്യിൽ വെച്ചോളൂ. അതല്ല, ഇത് തികഞ്ഞിട്ടില്ല, ബാക്കി ഇങ്ങോട്ട് തന്നെ വന്നാ പറഞ്ഞു. അത് ഞാൻ അക്കൗണ്ടിലേക്ക് അയച്ചു തരാം. പിന്നെ പൈസ അയച്ചു തരാൻ വേണ്ടി ഫോൺ ചെയ്യണ്ട, അതിനാ? സ്വിച്ച് ഓഫ് ആയിരിക്കും. ശരി, വലിപ്പിച്ചിട്ട് പോയതാ. കണ്ടോ കണ്ണാ, നിന്റെ ഉണ്ണിയപ്പം മേടിക്കാൻ വന്ന ആളെ പറഞ്ഞു തിരുത്തി ഞാൻ നെയ്യപ്പം കൊടുത്തത്. ഇതാണ് പറയുന്നത്, നിന്റെ ഉണ്ണിയപ്പത്തേക്കാൾ പഞ്ച് എന്റെ നെയ്യപ്പത്തിനാണ്. കോള് വരുന്നു കണ്ടാ, ഓർഡർ എത്തി തുടങ്ങി. നെയ്യപ്പത്തിന് ഓർഡർ എത്തി തുടങ്ങി. ഹലോ ഹലോ, തച്ചനല്ലേ? അതെ. തച്ച വഞ്ചിമണിയോ? 5 മണി വന്നോ? എടോ, 5 മണിയും പരിപാടിയൊക്കെ ഞാൻ നിർത്തി. തന്നെയല്ല, 5 മണിയാൻ പറ്റിയ മരം ഇപ്പൊ കിട്ടാനില്ല. അയ്യോ, അതല്ലെന്ന് കാണിക്ക വഞ്ചി. കാണിക്ക് വഞ്ചി എന്ന് പറഞ്ഞാൽ വീഡിയോ കോളിൽ വന്നാൽ എന്തെങ്കിലും കാണിക്കാം. അതല്ലെന്ന് കാണിക്കപ്പെട്ടി. പെട്ടിയാണേലും വഞ്ചിയാണേലും വീഡിയോ കോളിൽ വന്നാലേ കാണിക്കാൻ പറ്റുള്ളൂ. എന്റെ പൊന്ന് കിണേ, ഇവിടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാണിക്കപ്പെട്ടിയില്ലേ? ഭണ്ഡാരപ്പെട്ടി. ഭണ്ഡാരപ്പെട്ടി. അത് പണിയോ തച്ചേ? ഓ, അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണോ വിളിക്കുന്നത്?
വിളിക്കുന്നത്? അല്ലല്ല എന്റെ പേര് പവിത്രൻ എന്നാണ്. ഞാൻ കൊച്ചൊരു കള്ളനാ. ഇന്ന് ഞാൻ ആ ഭണ്ഡാരപ്പെട്ടി ചൂണ്ടും. അപ്പൊ അതുപോലൊരു പെട്ടി തച്ചൻ പണിഞ്ഞു തന്നാൽ ഞാൻ അവിടെ കൊണ്ട് വെക്കാം. അപ്പൊ എനിക്കിട്ട് തന്നെ പണിയായത് വെച്ചിട്ട് പോടാ. തച്ചനെ പണി പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. എന്റെ അടുത്ത കളി തച്ചനെ യുവന്മാർക്ക് മനസ്സിലായിട്ടില്ല. കണ്ണാ, എന്നാച്ചാ നീ പരസഹായം ചെയ്യാൻ മറന്നിരിക്കുന്നു. അനിപ്പോ ഇവിടെ ഒന്നും ആരും വന്ന് സഹായം ചോദിച്ചില്ല അച്ഛാ. ഏതാ ചെവിക്കകത്ത് കൈ കുടുങ്ങി വലിച്ചുവിടുക. ചെവിക്കാത്തി വിരൽ കുത്തി കയറ്റണത് ആറ്റിറ്റ്യൂഡ് പിടിച്ചതാ. ഓ, നീ അതിന്റെ ഒരു കുറവോടെ ഉള്ളൂ. തച്ചാ, ആ കിടക്കണ നിങ്ങളെ സാധനം പോക്കത്തിന് മാത്രം എന്റെ അടുത്ത് കാണിക്കരുത്. താൻ ഈ നെയ്യപ്പത്തിനകത്ത് എന്തുണ്ടെന്നാ പറഞ്ഞത്? മുഹബത്ത്. മാങ്ങാത്തൊലി. ഞാൻ ഇതുകൊണ്ട് പുറത്തിറങ്ങി എല്ലാ നെയ്യപ്പവും നുള്ളി പിന്നെ നോക്കിയിട്ടും താൻ ഈ പറഞ്ഞ മുഹബത്ത് അതിൽ കണ്ടില്ല. ഇതൊരുമാതിരി വഞ്ചന കുറ്റമാണ് തച്ചാ. 250 നെയ്യപ്പം പിച്ച് കീറി നോക്കി, മൊത്തം കീറി നോക്കി. മുഖപത്തില്ല. ഇല്ല. എടാ വെളിവില്ലാത്തവനെ, മുഖപത്ത് എന്ന് പറഞ്ഞാൽ നെയ്യപ്പത്തിനകത്തിരിക്കണ സാധനമല്ല, സ്നേഹം. എന്നാ പിന്നെ സ്നേഹം എന്ന് പറഞ്ഞാൽ പോരായിരുന്നാ? സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചില്ല. എനിക്ക് പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുഖപത്ത്. അപ്പൊ തനിക്ക് പഞ്ച് വേണം. പഞ്ച് എനിക്ക് നടത്തുന്ന പോരെ? പിടിച്ചോളാം പഞ്ച്. അച്ഛാ, ഇപ്പൊ എനിക്ക് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലായി. എന്റെ ഉണ്ണിയപ്പത്തൊക്കെ പഞ്ച് അച്ഛന്റെ നെയ്യപ്പത്തിന് തന്നെയാ. പൊക്കോണം. സ്കിറ്റായിരുന്നു. പ്രസാദേട്ടാ, ഗംഭീര സ്കിറ്റായിരുന്നു. തുടക്കം മുതൽ അതിൻ്റെ പഞ്ച് അങ്ങ് അവസാനം വരെ ആ ലെവലിൽ പോയി എന്നുള്ളതാണ് പോൾസ് ആൻഡ് ബാസി നിങ്ങളുടെ ടീമിൻ്റെ ഏറ്റവും വലിയ വിജയം. ഗംഭീരമായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഈ പെരുന്തച്ചൻ എന്ന് പറഞ്ഞ പെരുന്തച്ചനാണെന്ന് ഇങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ഓർത്ത് ഈ പെരുന്തച്ചനിൽ എങ്ങനെയായിരുന്നു ഹ്യൂമർ കൊണ്ടുവരുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ എങ്ങനെ ഹാസ്യവൽക്കരിക്കും, അത് വളരെ മോശമായി പോകുമെന്നൊക്കെ എനിക്കൊരു ഭയമുണ്ടായിരുന്നു. കാരണം നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു വലിയൊരു ഒരു ചരിത്ര പുരുഷനെ പോലുള്ളൊരു വ്യക്തിയാണ് പെരുന്തച്ചൻ. അദ്ദേഹം പണിത ഒരു അമ്പലം നമ്മുടെ ആലുവയിലുണ്ട്, ഉളിയന്നൂർ, നമ്മുടെ NFREസിൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്. എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്, ഇത് പെരുന്തച്ചൻ പണിതാണെന്നൊക്കെ പറഞ്ഞ് അത് കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ സിനിമയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ പോപ്പുലറായി. നമ്മൾ വായിക്കാത്ത ആളുകളും പുസ്തകം വായിക്കാത്തവരൊക്കെ പെരുന്തച്ചനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു. ഈ പെരുന്തച്ചനെ കൊണ്ടൊരു കോമഡി എങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇതിൻ്റെ നിങ്ങളുടെ അടുത്ത കൺസെപ്റ്റ് ഗംഭീരമായിരുന്നു. കാരണം പെരുന്തച്ചൻ ഉണ്ടാക്കുന്നത് പഴയ സാധനം നെയ്യപ്പം, അതുപോലെ മകനുണ്ടാക്കുന്ന ഉണ്ണിയപ്പം, അവർ തമ്മിലുള്ള കോംപ്ലക്സ്. അപ്പോൾ ആ പഴയ ചരിത്രം തന്നെ നിങ്ങൾ പുതിയ രൂപത്തിൽ കൊണ്ടുവന്നു. അത് ഈ പുതിയ രൂപത്തിലുള്ള ഈ ആനുകാലികതയുള്ള സംഭവങ്ങളും എല്ലാം CCTV ഉൾപ്പെടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ഗംഭീരമായ ഒരു ആശയമാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഗംഭീരമായിട്ട് നിങ്ങളത് അവതരിപ്പിച്ചു. അതുമാത്രമല്ല അതിനകത്ത് നല്ലൊരു ഹ്യൂമർ വന്നിരിക്കുന്നത്. അച്ഛൻ ഈ ദൂരെ കാഴ്ചയുണ്ടെന്ന് പറയുമ്പോൾ ഈ അവനെ മോന് ബുദ്ധിയില്ല, ഞാനൊരു CCTV 3 മാസം മുമ്പ് അവിടെ വെച്ചിരുന്നതെന്ന് പറയുന്ന അങ്ങനെ എല്ലാം കൊണ്ടും അതിനകത്ത് ഓരോരോ കൗണ്ടർ എടുത്ത് പറയാനായിട്ട് വളരെ മുഹബത്തിൻ്റെ കാര്യം, അതുപോലെ തന്നെ അവസാനം ഒരു അടിച്ചു നിർത്തുന്ന പഴയ സ്റ്റൈൽ നിങ്ങൾ മാറ്റിയിട്ട് അതിനുശേഷം പിന്നെ ഒരു കൗണ്ടർ പറഞ്ഞിട്ട് നിങ്ങൾ ഫിനിഷ് ചെയ്തു. അതൊക്കെ നല്ല ബ്രില്യൻസാണ്. ഇനിയും നല്ലത് ഇതുപോലെ കൊണ്ടുവരണമെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ എപ്പോഴും നല്ല 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 സാധനങ്ങളാണ് കൊണ്ടുവരുന്നത്. ഒരുപാട് പരിപാടികൾ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്നതായിട്ടൊക്കെ എനിക്കറിയാം. എവിടെ ചെന്നാലും നിങ്ങളുടെ പോസ്റ്ററാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും ആ പരിപാടികളും ഗംഭീരമായിട്ട് പോട്ടെ. അതുപോലെ തന്നെ ഐറ്റം വേറയിലും നിങ്ങളുടെ സ്കിറ്റുകൾ 3 പേരും ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഗംഭീര സ്കിറ്റായിരുന്നു. അതിലുപരി നിങ്ങൾ 3 പേരും നല്ല ടീമാണ് കേട്ടോ. നല്ലൊരു ടീമായി നിങ്ങൾ തമ്മിലൊരു ഐക്യമായപ്പോൾ നല്ല നല്ല സാധനങ്ങൾ തപ്പിയെടുക്കാനും പുതുമയുള്ള കണ്ടന്റുകൾ തപ്പിയെടുക്കാനും പുതുമയുള്ള കൗണ്ടറുകളും തപ്പിയെടുക്കാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ വിജയം നിങ്ങൾ കാണുന്നുണ്ട്. ഗംഭീരമായിട്ട് ഈ സ്കിറ്റ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ ഇത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാധനത്തിലേക്കാണ് നിങ്ങൾ ഓപ്പോസിറ്റ് അടിച്ചത്. പെരുന്തച്ചൻ്റെ ആ സ്റ്റോറി എടുത്തിട്ട് അത് നേരെ ഉണ്ണിയപ്പത്തിലേക്കും നെയ്യപ്പത്തിലേക്കും മാറ്റിയെടുക്കുക. ആ പേര് തന്നെ തച്ചൻസ് കിച്ചൻസ്. പേര് തന്നെ, ടൈറ്റിൽ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ ബാസി നല്ല രസമായിരുന്നു കേട്ടോ. ബാസി ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആ സാധനങ്ങളുടെ ആ ഒരു തിക്കൻസ് കളി ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ലോണം ഫീൽ ചെയ്തു. ആ ഒരു ടെമ്പോയിലുള്ള ബാസിയുടെ ഒരു കളിയുണ്ടല്ലോ, അത് ഇതിൽ കറക്റ്റ് കിട്ടി. അതേപോലെ മോനായിട്ട് പോൾസനും അതേപോലെ അനീഷ് പാപ്പാലും ഗംഭീരമായിരുന്നു. 3 പേരും നല്ല നല്ല കൗണ്ടറുകളുമായിരുന്നു. നല്ലൊരു സ്റ്റോറി ആയിരുന്നു. കണ്ടിരിക്കാൻ നല്ല സുഖമായിരുന്നു. നല്ല ഫാസ്റ്റായിട്ട് നല്ല ടെമ്പോ ആയിട്ട് തുടക്കം മുതൽ അവസാനം വരെയും കൊണ്ടുവന്ന ആ ഒരു പഞ്ചിൽ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. വെരി ഗുഡ്, ഗംഭീരം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ബാസി, പോൾസ, അനീഷേ, ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല കണ്ടന്റ് ആയിരുന്നു, നല്ല അവതരണമായിരുന്നു. നമ്മൾ സാധാരണ മിമിക്രിക്കാർ സ്കിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അത് സ്കിറ്റിലൊക്കെ വരും, തമാശകളല്ല. ചിലപ്പോൾ നമ്മുടെ ശബ്ദവും കാര്യങ്ങളും ഒരേപോലെയൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ ആ ഒരു വേരിയേഷനൊക്കെ വരും. പക്ഷേ ഇതിനകത്ത് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് നിങ്ങൾ 3 പേരും ചെയ്താക്കണം. കാരണം ആ ഒരു കാലഘട്ടമാണെങ്കിൽ ആ കാലഘട്ടത്തിൽ പിടിച്ച് പുതിയ കാലഘട്ടത്തിൽ എന്താണ് നടത്താൻ പറ്റുക, അത് ഉഗ്രം ശ്രമം വരുന്നുണ്ട്. അത് 100% വിജയിച്ച് നിങ്ങൾ
കാരണം പെരുന്തച്ഛനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കാനുണ്ട്. നമ്മൾ ഇങ്ങനെയൊന്നും അല്ല. ഒരു ഈഗോ ക്ലാഷ് ഉണ്ട് ഇവർ തമ്മിൽ, അച്ഛനും മകനായിട്ടൊരു ഈഗോ ക്ലാഷ് ഉണ്ട്. എന്നല്ലാതെ ഇവർ രണ്ടുപേരും ആരാണ് ഇപ്പോഴും അച്ഛൻ തന്നെയാണ് ഒരു പടി മുന്നിൽ. അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതാണ് ആ CCTVയുടെ കാര്യം. ഇയാൾ അറിയാത്ത ഒരൊറ്റ കാര്യത്തിൽ പുള്ളി വിജയിച്ചിരിക്കുന്നത്. ആ CCTV വെച്ചിട്ട് മോനും പറയണ്ട ഈ ഒരു കാര്യത്തിൽ അച്ഛൻ്റെ മനോധർമ്മം ഭയങ്കരമാണ്, ഇത് ഉൾക്കണ്ണ്. എന്തായാലും പ്രസാദനൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു തീം എടുത്ത് നന്നായിട്ടുണ്ട്. എന്തായാലും അത് വേണ്ട പോലെ വേണ്ട സ്ഥലത്ത് വേണ്ടതുപോലെ കോമഡികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം തുടങ്ങി എനിക്ക് തോന്നുന്നു ഫോൺ കോൾ തുടങ്ങിയുള്ള തമാശകളാണ്. തിലകൻ ചേട്ടൻ നമ്മുടെ ഉസ്താദ് ഹോട്ടലിൽ പറയുന്ന ആ സാധനമില്ലേ, അത് ഭയങ്കര സാധനമാണ്. കാരണം അത് ആ ഒരു സ്റ്റാർട്ട് കിട്ടിയാലാണല്ലോ നമുക്ക് പിന്നെ അങ്ങോട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇയാളെ കൊണ്ടൊന്ന് മൂളിക്കാൻ കൂടി ചെയ്തു. അതൊന്നും മൂളിയില്ല. കാരണം കറക്റ്റ് അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം പെരുന്തച്ഛനെ നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വായിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിലുള്ള ആ പെരുന്തച്ഛനും ഈ പെരുന്തച്ഛനും വന്നപ്പോൾ ആ ഡിഫറൻറ്റ് ഇത് തമാശ. പിന്നെ അനീഷിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അനീഷ് എനിക്ക് തോന്നണത് ചെറിയ സാധനങ്ങൾ എവിടെ ഇട്ടാലും ആപ്റ്റാണ്. കഴിഞ്ഞ ഒരു ഇതിൽ നമ്മുടെ സജിയുടെ ഒക്കെ കൂടെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അത് ലാസ്റ്റ് മിനിറ്റ് അത് പ്രാക്ടീസ് ചെയ്ത് കയറിയതാ. അത് തന്നെ, അത് ആളില്ലാഞ്ഞിട്ട് കയറിയത്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ അടുത്തൊരു സൂര്യോദയമാണ് അനീഷ്. കാരണം ഇവിടുത്തെ ഒരു പ്രോഡക്റ്റായി മാറിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വന്ന ടീമിന് ഒരു സംശയങ്ങളോ കാര്യങ്ങളോ എന്താ പറയുക, നമുക്കൊരു അയ്യോ ശരിയാവും ഒന്നുമില്ല, അനീഷ് വന്നാൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ് നമുക്കും കാണുന്ന ജനങ്ങൾക്കും നമ്മുടെ ഈ ഫ്ലോറിനും നമ്മുടെ പരിപാടിക്കും. അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ട് തന്നെ എടുക്കണം. നല്ലൊരു കയ്യടി അനീഷിന് കൊടുക്കണം. എന്തായാലും 3 പേരും കിടലിനായിരുന്നു. അപ്പോൾ ആദ്യം തുടങ്ങി അവസാനം വരെ നല്ല കൗണ്ടറുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ കണ്ടന്റ് കിടലിനായിരുന്നു. ആദ്യം പറഞ്ഞ പോലെ അവതരണം ഓൾ ദ വെരി ബെസ്റ്റ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, തീർച്ചയായും ആ സ്കിറ്റ് ഹൈ പിച്ചിലായിരുന്നു. അതുപോലെ ആയിരുന്നു നമ്മുടെ 3 പേരുടെ കമന്റ്സും. എല്ലാവരും നല്ല ഹൈ പിച്ചിലായിരുന്നു എന്റെ കമന്റ്സ്. എന്നാ ഹൈ പിച്ചിൽ തന്നെ ആ എമൗണ്ട് കൊടുത്തോ? ഞാൻ കൊടുക്കാം. ഞാനൊരു 20,000 രൂപ കൊടുക്കാം. 20,000 രൂപ. ഓക്കെ പ്രസാദേട്ടാ, ഞാൻ ഒരു 5 കൂട്ടി 25 ആക്കി. അപ്പൊ രണ്ടുപേരുടെ ചേർത്ത് 45,000 രൂപ ഓൾറെഡി കൊടുത്തു. അപ്പൊ പിന്നെ ഞാൻ മോശമാക്കുന്നത് ശരിയല്ലല്ലോ. താണ്ട് കിടക്കുന്നു ടോട്ടൽ സിൽവർ പാൻസ്. ഒരു വലിയ കൈഡി. അച്ഛന്റെ നെയ്യപ്പത്തിനെക്കാളിലും പഞ്ച് ഉണ്ണിയപ്പത്തിനുണ്ട്. ഉണ്ണി പറയൂ. സന്തോഷം. കട ഒന്നോട് വിപുലീകരിക്കും. തച്ചൻ സ്വീറ്റ് ഒന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾ എത്ര ദിവസം കൊണ്ട് സെറ്റ് ചെയ്തെടുത്താണ്? ആരുടെ തലേ വന്ന ഐഡിയ ആണ് തച്ചൻ സ്കിറ്റ്? ഈ സ്കിറ്റ് ഞാനും ബാസിയും ഒരു 2 വർഷം 3 വർഷം മുമ്പ് ഇങ്ങനെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്താണ്. ചെയ്യാൻ പറ്റിയില്ല. സമയത്താ ചെയ്തത്. അതെ, കറക്റ്റ്. ഇവിടെ ഉണ്ണിയപ്പത്തിന്റെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അനീഷ് ബ്രോ പറയൂ. ഭയങ്കര സന്തോഷമുണ്ട്. ഈ ടീമിലുള്ള രണ്ടാമത്തെ 80 കഴിഞ്ഞ പ്രാവശ്യം 80 ഉണ്ടായിരുന്നു. 1 ലക്ഷത്തിന് വിലയില്ലേ? അല്ല കാര്യം പറഞ്ഞത്. അനീഷ് മറ്റുള്ളവരുടെ കൂടെ ചെയ്യുമ്പോഴും സിൽവറിൽ കൂടുതലും സിൽവറൊക്കെയാണ് കിട്ടിയാണല്ലേ. ഭയങ്കര സന്തോഷമുണ്ട്. പോർസേട്ടന്റെ ഡയറക്ഷനൊക്കെ ഭയങ്കര ടഫാണ്. സിനിമയിലൊക്കെ വന്നാലും നടന്മാരുടെ ഊപ്പാട് വരും. ഒരു വരി അങ്ങോട്ട് മാറാൻ സമ്മതിക്കില്ല. ഒരു പോലും അത് അങ്ങനെയല്ല, ഇങ്ങനെ പറഞ്ഞാലേ ശരിയാവുള്ളൂ. പഠിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ ഇവരോട്ടൊക്കെ ഈ സ്ലാങ്ങിൻ്റെ ഒക്കെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇവരുടെ സ്ലാങ്ങിൽ എന്നെ പറയും ഇങ്ങനെ പറയാനായിട്ട്. ഇപ്പം ഞാൻ ഇവരെ അനുകരിക്കണം. എടാ അത് എന്നാന്ന് അങ്ങനെ പറയാന്ന് പറയും. ഞാൻ നമ്മളവിടെ എന്തായിരുന്നല്ലേ പറയുള്ളൂ. ഞാൻ പിന്നെ എന്നാന്ന് പറയും. ഇപ്പൊ അത് തന്നെയാണ് നേരത്തെ എടുത്തു പറയാനുള്ള കാര്യം. നമുക്ക് അവരോടൊത്ത് അങ്ങോട്ട് പോകാന്നുള്ളതാണ്. ഞാൻ തിരുവനന്തപുരം ഭാഷ മാത്രമേ സംസാരിക്കുള്ളൂ അല്ലല്ലോ. നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്ന അതങ്ങ് പെർഫോം ചെയ്യാണ്. അതെ, ഞാനിപ്പോ അങ്ങനെ തന്നെ. ഞാനിപ്പോ കുത്താട്ടുള്ള സ്ലാങ് ഒക്കെ തന്നെ സംസാരിക്കുന്നത്. ഞാനിപ്പോ അങ്ങോട്ട് മാറിയല്ലോ. നല്ല വീട്ടിൽ നിന്ന് വൈഫ് വിളിക്കും, വേണ്ടി എന്നാന്ന് വെച്ചാലേ എന്നെ റിഹേഴ്സൽ എടുക്കാം കേട്ടോ, എന്നെ വിളിക്കാന്ന് പറയും. ബാസി, ഇത് മറ്റേ ഈ പെരുന്തച്ഛന്റെ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് വല്ലതും അറിയാമോ? ഒരു പിടിയില്ല. അല്ല, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഡീൽ ചെയ്തോളാം. ഞാൻ പെരുന്തച്ഛന്റെ ആ തലമുറയിൽപ്പെട്ട ആളാണ്. ബാസി ഒഴിഞ്ഞോ, കൈ ഇത് ഇപ്പോഴെങ്കിലും പറയില്ല, ടെൻഷൻ കയറി. ബാസിയേട്ടാ പറയൂ. വളരെ സന്തോഷം. വേറൊന്നും പറയാനില്ല. എന്ത് പറയാൻ. ബാസി ഇപ്പൊ പ്രോഗ്രാം ഒന്നും അല്ല കേട്ടോ, ഗസ്റ്റ് ആയിട്ടാ പോകുന്നത്. കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് ഒരു വീഡിയോ കോള് എൻ്റെ ഒരു സുഹൃത്ത്, തൊട്ടടുത്ത് ബാസി ഉണ്ട്. ഞാൻ പറഞ്ഞു പ്രോഗ്രാമാണോ ബാസി? അല്ല, ഞാൻ ഗസ്റ്റ് ആയിട്ട് വന്നാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഇതേപോലെ തന്നെ ഉഗ്ര സ്കിറ്റുകളായിട്ട് വരിക. 80-1 ലക്ഷം അടിച്ചു പോവുക. ഓക്കെ, ഉണ്ണിയപ്പം വേണം. മുഹബത്ത് അന്വേഷിച്ച് നടക്കുന്ന പോലെ നമ്മുടെ ഐറ്റം വേറിലെ പ്രേക്ഷകരുടെ മുഹബത്തായി മാറട്ടെ. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറയിൽ സ്കിറ്റ് അല്ല, ഒരു പാട്ട്. ആരാണ് വരുന്നത്, ആരാണ് പാട്ടുകാരൻ എന്നുള്ളത് നമുക്ക് അറിയുന്നതിന് മുമ്പ് ഒരു വീഡിയോ കാണാം. വീഡിയോ കാണാൻ നമുക്ക് ആളെ പറ്റി കൂടുതൽ മനസ്സിലാവും. വീഡിയോ പ്ലീസ്. ഓക്കെ.
നമ്മളെ മുഖാണ്ടാ. ഇത് അയ്യോ എനിക്ക് പെട്ടെന്ന് ഇപ്പോഴാ കാര്യം എനിക്ക് ഈ ചേട്ടനെ ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് വെച്ച് പരിചയപ്പെട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. ഈ വീഡിയോയില് ആ ഷർട്ടും ആ പിള്ളേരെയും കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സാഹസ മൂവി റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ പാട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് നമുക്കിത് കിട്ടി. നമ്മൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പുഷ് ചെയ്ത വീഡിയോയിൽ ഒന്നാണിത്. കാര്യം പിള്ളേർ ഡാൻസ് കളിക്കുന്നു, ചേട്ടനത് പാടുന്നു. എനിക്കൊത്തിരി സന്തോഷം. ഒരുപാട് സ്നേഹത്തോടെ എല്ലാരും വിളിക്കുന്ന അനീഷ് ഭായിയെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഐറ്റം മേറിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം അനീഷ് ഭായ്. ഇതാണ് എല്ലാവരുടെയും അനീഷ് ഭായ്. ഒരു നല്ല കൈഡി. ഓക്കെ അനീഷ് ഭായ്, താങ്ക് യു. സുഖമല്ലേ? സുഖാണ്. ഓക്കെ. ഒരുപാട്. എവിടെ നാട് അനീഷ് ഭായിയുടെ? മലപ്പുറമാണ്. മലപ്പുറം. പ്രസാദേട്ടനായിരിക്കും അല്ലേ? ആദ്യം ചോദിച്ചത് ഞാനാണ്. രണ്ടാമത് ചോദിച്ചത് നസീർ ശങ്കരൻ. വേറെ ആളോടുണ്ട് ഞാൻ ബിജിക്കുട്ടൻ ചേട്ടൻ. അതെ. പിന്നെ ഞാനും. അതെ. അനീഷ് ഭായ് ഇത് ഏത് സ്കൂളിലാണ്? ഇത് ഞങ്ങള് മക്കരപ്പറമ്പ് സ്കൂളില് ഒരു LP സ്കൂളിൽ പാടിയപ്പോ അവിടുത്തെ ഇനോഗ്രേഷൻ. അതല്ല, ഞങ്ങൾക്ക് ഓരോ മലപ്പുറം ജില്ലയിലെ അവരുടെ പഠന സമയത്തെ ബാധിക്കാത്ത രീതിയിൽ ഞങ്ങൾക്ക് ചെറിയ ചെറിയ പരിപാടികളൊക്കെ തന്ന് എന്റർടൈൻമെന്റ് അല്ലേ? തീർച്ചയായിട്ടും കുട്ടികൾക്ക് എന്റർടൈൻമെന്റ്. അപ്പൊ അവരുടെ ക്ലാസ് മിസ്സാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങളിപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അപ്പം അങ്ങനെ അത് വൈറലായതാണ്. സത്യം പറഞ്ഞാൽ ഐറ്റം കോമഡി എന്ന പരിപാടി ഞാൻ പിന്നെ യൂട്യൂബിൽ ഉറങ്ങുമ്പോഴും എപ്പോഴും ഞാൻ കാണാറുണ്ട്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവരുടെ പേരുകളൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കര അത്ഭുതമാണ്. കാണാത്ത ആൾക്ക് എങ്ങനെ ഇവരുടെയൊക്കെ പേരറിയാന്ന്. അപ്പം ഞാൻ ഒരുപാട് സുഹൃത്തുക്കളെ കണ്ടു കേട്ടോ. നമ്മുടെ കൊച്ചുവൃത്തിവേട്ടൻ, അവളെ ദീപ്തി ചേച്ചി, എല്ലാവരും അറിയാം. പിന്നെന്താ സംശയം. ഞങ്ങൾക്കുള്ള എക്സ്ട്രാ സന്തോഷം പറയട്ടെ അനീഷേട്ടാ. നമ്മൾ ഒരുപാട് പിന്നെ ഇവിടെ വൈറലായിട്ടൊക്കെ പാട്ട് പാടാൻ വരുമല്ലോ. നമ്മളെപ്പോഴും പറയാം എല്ലാരും പഴയ പാട്ടാണ് പാടുന്നത്, അടിച്ചുപൊളി പാട്ടാണ്. അടിച്ചുപൊളി പാട്ട് പാടാൻ ഒരാളെ കിട്ടി നമുക്ക് വൈബായിരിക്കും അങ്ങോട്ട്. അനീഷേട്ടാ, ആദ്യം നമ്മൾ ഏത് പാട്ടാ പാടാൻ പോന്നെ? നമുക്ക് ഓണൊക്കെ കഴിഞ്ഞു, എന്നാലും അതിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. അപ്പൊ നമുക്ക് ഏത് മൂഡ്? ഓണം മൂഡ് തന്നെ ആവട്ടെ. ഓണം മൂഡ് തന്നെ ആവട്ടെ. നല്ല കൈഡി. പറക്കണ പൂവേ 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 കളറവട്ടെ, ചിരിക്കണ ചുണ്ടിൽ ചുണ്ടിൽ ചുണ്ടേ ചുണ്ടേ പവറാവട്ടെ, മുല്ലേ 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 മുടിമേലെ മണമര മെല്ലെ 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 മലയാളക്കരയിളക്കണ നിലേ 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 നില വിളമ്പാന ഇലയെടുക്കണ മുരിങ്ങി വാ മിരിങ്ങി വാ. ഏത് മൂട്ട് തമ്മൂട്ട്, ഏത് മൂട്ട് പൂക്കള മൂട്ട്, ഏത് മൂട്ട് മുണ്ട് മൂട്ട്, ഏത് മൂട്ട് സാരി മൂട്ട്, ഏത് മൂട്ട് സത്യമൂട്ട്, ഏത് മൂട്ട് പായസം മൂട്ട്, ഏത് മൂട്ട് പപ്പട മൂട്ട്, ഏത് മൂട്ട് ഓണം മൂട്, ഏത് മൂട്ട് തമ്മൂട്ട്, ഏത് മൂട്ട് പൂക്കള മൂട്ട്, ഏത് മൂട്ട് മുണ്ട് മൂട്ട്, ഏത് മൂട്ട് സാരി മൂട്ട്, ഏത് മൂട്ട് സത്യമൂട്ട്, ഏത് മൂട്ട് പായസം മൂട്ട്, ഏത് മൂട്ട് പപ്പട മൂട്ട്, ഏത് മൂട്ട് ഹോളി മൂട്. വെള്ളവെടുത്തൊക്കെയും മേടിച്ച് നക്കിലയിൽ പെരുവടിച്ച് കളത്തില് പൂക്കളം നിറച്ച് 10 നാള് തക്കിട്ടം മറിച്ച് ഒറ്റപ്പൊലിയിൽ കൊച്ചി തീരുന്നോരം മൊത്തം മരപാറും പള്ളത്തൊടിയിൽ കൊല്ലമാരപ്പുഴ പത്തനംതിട്ടയും കട്ടക്കുരുങ്ങി കൂട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം മറ്റത്തിടുക്കിയും തൃശ്ശൂരും ഒറ്റക്കലകളും ഒറ്റപ്പൊലിയിൽ കൊച്ചി തീരുന്നോരം മൊത്തം മരപാറും പള്ളത്തൊടിയിൽ കൊല്ലമാരപ്പുഴ പത്തനംതിട്ടയും കട്ടക്കുരുങ്ങി കൂട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം മറ്റത്തിടുക്കിയും തൃശ്ശൂരും ലക്ഷത്തിരുത്തുകളൊക്കെ നിറവര വര നിറക്കണ നിറവാണല്ലോ, പെട്ടപ്പെട്ട പട്ടം വലിക്കണ രസമാണല്ലോ, മുല്ലേ 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 കുട്ടിമേലെ മനമരത്തണ മെല്ലെ 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 മലയാളക്കരയിളക്കണ നില 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 വിളമ്പാന ഇലയെടുക്കണ മുരിങ്ങി വാ മിരിങ്ങി വാ. ഏത്തുമൂട്ട് 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 ഓണമൂട്, ഏത്തുമൂട്ട് തമ്മൂട്, ഏത്തുമൂട്ട് പൂക്കളമൂട്, ഏത്തുമൂട്ട് മുട്ട് മൂട്ട്, ഏത്തുമൂട്ട് സാരി മൂട്ട്, ഏത്തുമൂട്ട് സത്യമൂട്ട്, ഏത്തുമൂട്ട് പപ്പടമൂട്ട്, ഏത്തുമൂട്ട് ഏത്തുമൂട്ട് വള്ളിമൂട്.
ഓണമുണ്ട്. വാ. അനീഷ് ഭായിക്ക് ഒരു വലിയ കൈഡി. ലൈവായിട്ട് ഒരുപാട് പേര് പാടുന്ന കണ്ടിട്ടില്ല. ഇത് തുടങ്ങിയ നിർത്താൻ പറ്റില്ല, ഇങ്ങനെ പോണം. അല്ല, ഇതങ്ങനെ പറ്റാത്തൊരു പാട്ടാണ്. കാരണം ഏത് മൂഡ് പപ്പടം ഇതൊക്കെ നമ്മള് സ്റ്റുഡിയോയിൽ കട്ട് ചെയ്തതൊക്കെ എടുക്കണത്. അതെ അതെ. കോറസിന്റെ പോലും പുള്ളി പാടിയെന്ന് തോന്നുന്നു. അത് അനീഷ ഗംഭീരോട്ടാ. അനീഷ് ഭായിക്ക് കാഴ്ചയുടെ ഒരു ബുദ്ധിമുട്ടുള്ളത് തന്നെ ബ്രെയിൽ ലിപി അത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇങ്ങനെ തൊട്ടല്ലേ ഇത്രയും സ്പീഡിൽ പാടുന്നത്. സ്പീഡില് അതും തുടങ്ങി കഴിഞ്ഞപ്പോ ബ്രേക്ക് ഇല്ലല്ലോ. ബ്രേക്ക് ഇല്ല. അനീഷ് ഭായിക്ക് ഒരു വലിയ കൈഡ് കൊടുക്കണം കേട്ടോ. അല്ല അനീഷ് ഭായ്, ഒരു കാര്യം ചോദിച്ചോട്ടെ, സാധാരണ നമ്മൾ ഈ സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ പേരിന്റെ കൂടെ ബായെന്നും കൂടെ ചേർക്കും, മനസ്സിലായ? അതെ. അങ്ങനെ ബായ് ചേർത്താണോ ശരിക്കും പേരിൽ ബായ്? അല്ല, എന്നെ അവിടെ അങ്ങനെയാണ്, എല്ലാരും എന്നെ അനീഷ് ഭായി എന്നാ വിളിക്കുന്നത്. അപ്പൊ പിന്നെ പേരൊന്നും ഞാൻ വിചാരിച്ച വലിയ പ്രസക്തി ഒന്നും ഇല്ലല്ലോ. പാടിയത് വേറൊരു മൂഡായിരുന്നു. ആ സ്കൂളിൽ കൊടുത്തതിലും ഡബിൾ മൂഡാണ് ഇവിടെ കിട്ടിയത്. അതെ അതെ, ഈ മൂഡിലൊന്നും പെടാത്ത വേറൊരു മൂഡ്. അതെ അതെ അതെ. അടുത്ത സോങ് ആയാലോ അനീഷേട്ടാ? അന്നൊരു നാളിൽ പിന്നണ രാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. വിണ്ണിലോ താരകം, മണ്ണിലോ ആരവം, നെഞ്ചിലോ ബാൻഡടിയോ പരാഗേ ഉരാഗേ ഉള്ളാഗേ രവാടേ നേരാടേ വട്ടെ എന്തെങ്കിലും താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. കമോൺ വട്ടെ എന്തെങ്കിലും താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. എന്തെങ്കിലും താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. വട്ടെ എന്തെങ്കിലും താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. കാലംബമായി കാൽവരിയിലെ കണ്ണീരുമാഞ്ഞു, കണ്ണിൽ മിന്നണ കുഞ്ഞു പുഞ്ചിരി, താരകങ്ങളോ പൂക്കളോ പരാഗേ ഒരാഗേ ഉള്ളാഗേ രവാണേ നേരാണേ വട്ടെ എന്തെങ്കിലും താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. വട്ടെ എന്തെങ്കിലും താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. എന്തെങ്കിലും താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. വട്ടെ എന്തെങ്കിലും താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. അന്നൊരു നാളിൽ പിന്നണ രാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. താങ്ക് യു. നമുക്ക് മണിയിടുന്ന കുറെ ചേച്ചിമാരും കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ ഓഡിയൻസ് ആയിട്ട്. അവരൊക്കെ എണീറ്റ് ഡാൻസ് കളിക്കുന്ന ഞാൻ നോക്കിയപ്പോ. ഓ, ഞാൻ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് ഒരു 4 വരി ജസ്റ്റ് പാടാം. കാരണം മണിച്ചേട്ടൻ്റെ പാട്ടല്ലേ, ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും അനീഷേട്ടൻ 3 പാട്ട് പാടാൻ പ്രിപ്പയർ ചെയ്ത് വന്നേ. 2 പാട്ട് പാടി കഴിഞ്ഞപ്പോ ഒരു സ്ട്രെയിൻ ഉണ്ട്. നമുക്ക് വേണ്ടിട്ട് 3ാമത്തെ പാട്ട് ട്രാക്ക് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഒരു 4 വരി അല്ലേ? ഓക്കെ ഓക്കെ, അതുകൂടെ കേട്ടിട്ട് നമുക്ക് ബാക്കി ആയിക്കോട്ടെ.
ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ട് ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ട് ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. പെണ്ണ് ചീരിക്കണ കണ്ടന്റെ കച്ചവടം പോയല്ലോ കാശും പോയി. പെണ്ണ് ചീരിക്കണ കണ്ടന്റെ കച്ചവടം പോയല്ലോ കാശും പോയി. ചന്ദന ചൊപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണേ. ചന്ദന ചൊപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണേ. താങ്ക് യു. ഒരു ഉഗ്ര കൈയുടെ ടെൻഷനില്. അപ്പൊ ഞാന് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സംസാരിച്ചോട്ടെ. തീർച്ചയായിട്ടും. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അനീഷ്. എൻ്റെ ഭാര്യയുടെ പേര് ഹസീന എന്നാണ്. മക്കളുണ്ട്. ആ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള കുറച്ച് സ്കൂളുകളൊക്കെ അവരുടെ ക്ലാസ്സുകൾ മിസ് ചെയ്യാത്ത രീതിയിൽ പിന്നെ സമയം നമുക്കിങ്ങനെ പ്രോഗ്രാമിന് വേണ്ടി സമയം അനുവദിക്കാറുണ്ട്. അപ്പോൾ ആ സ്കൂളുകാർക്ക് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പാട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്തിട്ടാണ് ഞാനിപ്പം നിങ്ങളെ ഈ ഫ്ലോറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഇത് കഴിയുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും പോകേണ്ടി വരും. അതെ, താങ്ക് യു. അങ്ങനെ പോകാൻ പറ്റട്ടെ. താങ്ക് യു. പോകാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീടൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഒരു മ്യൂസിക് ആൽബം 2 മാസത്തിനുള്ളിൽ പുറത്തിറങ്ങും. അടിപൊളി. മലബാർ ബ്ലൈൻഡ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് അത് നമുക്ക് പുറത്ത് ഇറക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മലബാർ ബ്ലൈൻഡ് വോയിസ് എന്നാണ് പേര്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തി വെച്ചോ. അപ്പൊ അതാകുമ്പോ വീഡിയോ എപ്പോഴാണ് ഡ്രോപ്പ് ആകുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കൂടെ ആരൊക്കെയാണ് നിൽക്കുന്നത്? വൈഫും മോനാണ്. രണ്ടുപേരെയും കൊണ്ട് വിളിക്കാം നമുക്ക്. അനീഷ് ഭായി വിളിച്ചോ. ഹസീന വരൂ. കുട്ടിമോളെ അങ്ങനെ വിളിക്കണം, നല്ല പേര്. കുട്ടിമോളും പിന്നെ ആരാ മോന്? കൊച്ചുണ്ണി. അനീഷ് ഭായിനെ കണ്ടപ്പോ ഒരു ചെറിയ പയ്യനായിട്ടാ തോന്നിയത്. പക്ഷെ മോനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിപ്പോയത്. വലിയ പയ്യനാന്ന് മനസ്സിലായതല്ലേ? അതെ. അനീഷ് ഭായ് പറയൂ. ഗംഭീര ശബ്ദമാണ് കേട്ടോ. കാര്യം ഇപ്പൊ ഇറങ്ങുന്ന പാട്ടുകൾ പാടാൻ പറ്റിയ മനോഹരമായൊരു ശബ്ദം. ആ കൂട്ടത്തിൽ മണിച്ചേട്ടൻ്റെ വേറൊരു ശബ്ദത്തിലുള്ള പാട്ടും അത് ഏറ്റുപാടി. അപ്പൊ എന്തായാലും നമ്മുടെ ഈ തലമുറയ്ക്ക് പറ്റിയ നല്ല ഒന്നാന്തരം ഒരു ഗായകനാണ്. ഇനി മുമ്പോട്ടുള്ള യാത്ര ഇതിനും മേളിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല അനീഷ് ഭായ്, എങ്ങനെയാണ് വിവാഹം? പ്രണയവിവാഹമായിരുന്നു. അതാണ് ചോദിച്ചത്. അല്ല, അത് ഒരുപാട് കഥകൾ പറയാനുണ്ട്, നമുക്ക് ഈ എപ്പിസോഡ് മതിയാവില്ല. അല്ല, ചുരുക്കി പറഞ്ഞാൽ മതി. എന്റെ ഒപ്പ കാഴ്ചയില്ലാത്ത ആളായിരുന്നു. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ട് ഞങ്ങള് പിന്നെ എവിടെ വെച്ചാണ് കണ്ടത്? ഇപ്പൊ പണ്ട് പാട്ട് പാടാൻ പോവായിരുന്നു, അവരെ കൂടെ വരും വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ അപ്പൊ ഉപ്പയുടെ കൂടെ പാട്ട് പാടിയിരുന്നാണ് അനീഷ്. അതെ 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 അതെ. ഓ അങ്ങനെ. മോൻ പാട്ട് പാടോ? ഇല്ല. മോൻ എന്ത് ചെയ്യുന്നു? ഞാൻ കോളേജ് പഠിക്കുക. എന്താ പേര് മൊത്തേ? റിയാസ്. എന്താ പഠിക്കുന്നത്? ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. അടിപൊളി. ഏത് കോളേജാ? പോളിടെക്നിക്. അപ്പൊ നമുക്ക് ഒത്തിരി സന്തോഷം അനീഷ് ഭായിയെ പരിചയപ്പെടാൻ പറ്റി, അനീഷ് ഭായിയുടെ പാട്ട് കേൾക്കാൻ പറ്റി. വിജുകുട്ടച്ചേട്ടൻ പറഞ്ഞു കേരളത്തിലുള്ള 14 ജില്ലകളിലും അനീഷ് ഏട്ടൻ്റെ പാട്ടുകൾ എത്തട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പിന്നെ സ്ക്രീനിൽ ഒരു നമ്പർ പോകുന്നുണ്ട്. അനീഷ് ഭായിയുടെ ഡയറക്റ്റ് നമ്പറാണ്. അനീഷ് ഭായിയുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടനിലക്കാരൊന്നുമില്ലാതെ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം. പക്ഷേ വെറുതെ വിളിക്കരുത്. അനീഷ് ഭായിക്ക് അത് തക്കതായിട്ടുള്ള പ്രതിഫലം നിങ്ങൾ കൊടുത്ത് അനീഷ് ഭായിയുടെ കലയെ റെസ്പെക്ട് ചെയ്ത് അനീഷ് ഭായിയുടെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ആ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് അനീഷ് ഭായിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോഗ്രാംസ് വരട്ടെ. ജീവിതം ഓരോ ദിവസം കഴിയുന്തോറും ഉന്നതിയിലേക്ക് പോട്ടെ എന്ന് ഞങ്ങൾ ഫ്ലവേഴ്സ് ടിവിയുടെ ഐറ്റമേറെ ഫാമിലി കംപ്ലീറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. നന്ദി, ഇവിടെ വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. പിന്നെ വോയിസിന് കുറച്ച് സ്ക്രാച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ 4 മണിക്കാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഉറക്കം തൊട്ട് ശരിയായിട്ടില്ല. അപ്പം എൻ്റെ ഈ പാട്ട് കേട്ട് വിലയിരുത്തരുത് നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം എൻ്റെ തൊണ്ടയ്ക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക, എല്ലാവരും കേൾക്കുക, പരമാവധി നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം നല്ലൊരു ഗൈഡ് അനീഷ് ഭായിക്ക്. മലബാർ ബ്ലൈൻഡ് വോയിസ് അല്ലേ, ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നേരത്തെ പറഞ്ഞ പോലെ ബെൽ ബട്ടൺ അമർത്തിക്കോ. അനീഷ് ഭായ് വിളിക്കേണ്ട നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അനീഷ് ഭായെ നിങ്ങളുടെ സ്ഥലത്ത് നേരിട്ട് വിളിച്ച് പാട്ടുകൾ കേൾക്കാം. ഓക്കെ, താങ്ക് യു അനീഷ് ഭായ്, താങ്ക് യു ഫാമിലി. ഒരു നല്ല ഗൈഡ്.
ദുബായിൽ പുലികൾ ഇറങ്ങുന്നു. തേക്കിൻകാടും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്നു താരമേളവും സംഗീതമേളയും ആരവം നിറയ്ക്കുന്ന കാർണിവൽ രാത്രി. സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ലോകയിലൂടെ ചന്ദ്രയായി അവതരിച്ച കല്യാണി പ്രിയദർശൻ, ത്രസിപ്പിക്കുന്ന പാട്ടിന്റെ മിന്നലോളവുമായി സ്റ്റീഫൻ ദേവസി, ഹരിചരൺ, ഹനാൻ ഷാ, അനില രാജി. കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് പെരുന്നാളിന്റെ നിറപ്പൊലിമയും ബാൻഡ് സെറ്റിന്റെ ആവേശതാളം തേക്കിൻകാട് കാർണിവൽ 2025 നവംബർ 2 ദുബായ് എറ്റിസലാറ്റ് അക്കാദമിയിൽ. നിന്നെ കണ്ടിട്ടിന്നുള്ളിൽ മെല്ലെ പൂവിട്ടല്ലോ പ്രേമമല്ലിപ്പൂ. അക്ഷയ പീട്ടി അതുൽ രാജ് ടി.കെ. എന്താടി വല്ല കുത്തിക്കയറുന്നുണ്ടോ? അല്ല നിന്റെ മൂട്ടി കൂടി എന്റെ കയ്യില് വിട്. നിനക്കറിയാലോ എന്റെ അച്ഛന് ഫുട്ബോൾ എന്ന് പറഞ്ഞ ജീവനാ. അത് നിന്റെ അച്ഛന്റെ കാറ്റാണോ ഫുട്ബോളിൽ നിറച്ചേ? അതല്ല, ഇന്നത്തെ ഫുട്ബോൾ മാച്ചില് നീ കളിക്കണം, നമുക്ക് കപ്പ് വാങ്ങണം, എന്നിട്ട് എന്റെ അച്ഛനെ ഇംപ്രസ് ചെയ്യണം, എന്നിട്ട് നമ്മുടെ കല്യാണം കഴിക്കണം. അതെനിക്ക് അറിഞ്ഞൂടെ ബ്യൂട്ടിഫുള്ളേ. അതിന് വേണ്ടിയല്ലേ ഇതാ എന്റെ ടീം അതാ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല എന്നെ കുറച്ച് എക്സ്ട്രാ സ്കിൽസ് പഠിപ്പിക്കാൻ എന്റെ മാമൻ പറഞ്ഞിട്ട് ഒരു കോച്ച് ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ശരിക്കും എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ കിടന്ന് ചീറ്റല്ലേ നീ പോയിക്കടാ. അപ്പൊ ഈ ഞാൻ ആരാ? നീ പ്രതീക്ഷയുടെ കൂടെ പോയിക്കോ. എടി ഞാൻ അതാണോ പറഞ്ഞേ? എടി ആടിന്റെ ചെവി തൂക്കിയവളെ, നമ്മുടെ കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടെന്ന്. അങ്ങനെ ഫണ്ണി. ആരാടി സണ്ണി? ഫണ്ണി എന്ന് പറഞ്ഞതാ. അങ്ങനെ എടി എനിക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ഫുട്ബോൾ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നോ? ഞാൻ കൊണ്ടുവരാതിരിക്കോ? നീ പറഞ്ഞ ഏതെങ്കിലും കാര്യം ഞാൻ ഇന്നേ വരെ മറന്നിട്ടുണ്ടോ? ഏതെങ്കിലും നീ ഓർത്തിട്ടുണ്ടോ? എനിക്ക് വേണ്ട പാക്കറ്റ് ചപ്പാത്തി. ഇത് ഫുട്ബോളാ. ഇതിലെ കാറ്റെവിടെ? ഈ ബാഗ് കൊള്ളണ്ടേ? അതുകൊണ്ട് അമ്മയിലെ കാറ്റൊക്കെ അഴിച്ചിട്ട് നല്ല വൃത്തിയിൽ മടക്കി തന്നതാ എനിക്ക്. ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. നിന്നെ പ്രസവിച്ചാണോ അതോ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാണോ? ഇന്ന് മാറിക്ക്. പാളം തെറ്റി ഏതോ ഒരു കുർള എക്സ്പ്രസ് വരുന്നുണ്ടല്ലോ. അയ്യോ കളിക്കട്ടളോ കല്ലാതെ കളിയട്ടിൽ കിട്ടിത്താനെ പലവട്ടം ചിന്തിച്ചാലെ ഒരു വട്ടം കരയ്ക്കൂ. വെളിനാട്ടിൽ പോയിട്ടുണ്ട് പലതുണ്ടാക്കിയിട്ടും താനെ ചില പൊട്ടന്മാരെ പോലെ. എന്താ ഇത്? വന്ന പടി മറക്കത്തോടാ ഞാൻ. നിങ്ങളാണോ ഡോക് കോളേജിലെ കുട്ടികൾ? ഡോൺ ബോസസ് കോളേജിലെ കുട്ടികൾ? അതെ. ആരാ? ഞാനാണ് നിങ്ങളുടെ പുതിയ ട്രെയിലർ. ഏത് പടത്തിന്റെ? തലയിൽ ചകിരി കൂടി വെച്ചോണ്ട് നടക്കുന്നവനെ, അതാണോ ഞാൻ പറഞ്ഞത്? ഞാനാണ് നിങ്ങളുടെ പുതിയ കോച്ച്. അത് പോട്ടെ, കോച്ചിന്റെ പേരെന്താ? എന്റെ പേര് ജെന്നി കൂത്ത്. അയ്യോ, തലയ്ക്ക് വരുന്ന സൂക്കേടിന്റെ പേരല്ലേ അത്? ജെന്നി കൂത്ത്. ഇത് ജെന്നി കൂത്ത്. ആരാ ഈ പേരിട്ടെ? ശംഖനാഥ മണിയടിയും കഴിഞ്ഞിനി ആ വായ നെപ്പൊരു ഡയലോഗ് വരാനാ. മരിക്കുന്നതിന് മുമ്പേ എനിക്ക് ഇട്ട പേരാണ്. എന്താ പുള്ളിക്കാരന് ചെന്നിക്കുത്തായിരുന്നോ? അതല്ലടോ, ചെന്നിട്ട് കൊത്തിട്ട് ഇനീഷ്യൽ ഇടുന്നതിന് മുന്നേ പുള്ളി അങ്ങ് പോയില്ലേ? എന്തിനാ ഈ കിടന്ന് കരയുന്നേ? ഒരച്ഛൻ വച്ച കരയുടെ കരച്ചിലത് പിച്ച് പോരാ. നാലാള് കാണുന്നല്ലേ. പോടി കിടന്ന്. കോച്ച് ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്താ? സ്പോർട്സിന് വേണ്ടി ജീവിതം ഉഴുന്നുവടയാക്കിയ ഉഴിഞ്ഞു വെച്ച ഒരു അച്ഛന്റെ മകളാണ് ഞാൻ. അയ്യോ, കോച്ചിന്റെ പപ്പ ഒരു ഒളിമ്പ്യനാ. എന്റെ അച്ഛൻ കാണാറുണ്ടാ? അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് നടക്കുന്ന വിഷയായത്. എടുത്തടി ചവിട്ടി ഒരു ചീവീട് കയറി. ഇപ്പൊ അതിന് എണ്ണയായി. നിങ്ങൾക്ക് സ്പോർട്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതങ്ങ് പറ. എനിക്കുണ്ട്. എനിക്ക് മാങ്ങയുണ്ട്. കോച്ചിനറിയോ? ഓ, കോച്ചാനറിയോന്നല്ല, കളിച്ചാൻ കേറ്റുക. ഇവിടെ വീട്ടിക്ക് പ്രാക്ടീസിന് വേണ്ടി ഡിസ്കസറ കൊടുത്തയച്ചപ്പോഴേ ഇവിടെ അമ്മ എന്താ പറഞ്ഞെന്നറിയോ? ഹായ്, കിട്ടി എന്റെ പുതിയ നോൺ സ്റ്റിക് പത്തിരി ചട്ടി എന്ന് പറഞ്ഞ് അടുപ്പത്ത് വെച്ച് കത്തിച്ചാളാ ഇവിടെ തള്ള. അതൊരിക്കലല്ലേ പറ്റുള്ളൂ. ഭാഗ്യം ഷോർട്ട് പുട്ട് കൊടുക്കാൻ ഞാൻ. സത്യം ഇല്ലായിരുന്നെങ്കിൽ എമ്മൂന്റെ മുട്ടയെന്ന് പറഞ്ഞ കിങ്ങിണിക്കോയുടെ മുട്ടി വെച്ച് വിരിച്ചെടുത്താനേ എന്റെ പൊന്നെ അമ്മച്ചി. അത് ശരി, നിനക്ക് എന്നെ ഇഷ്ടല്ല അല്ലേ? നീ എന്നെ ഫ്ലേർട്ട് ചെയ്യല്ലായിരുന്ന പട്ടി. നീ എന്നെ ഗോസ്റ്റിംഗ് ചെയ്തപ്പോഴല്ലേ നിന്നെ ഞാൻ ഫ്ലേർട്ട് ചെയ്തത്? അപ്പൊ നിനക്ക് ബെഞ്ചിക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല അല്ലേ? നിനക്ക് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് മതിയായിരുന്നില്ലേടി? അപ്പൊ നിനക്ക് എന്താ വേണ്ടേ? ലിവിങ് ടുഗദർ. എന്നാടി സിറ്റുവേഷൻ
റിലേഷൻഷിപ്പ് ആയത്? ഐ എം സാഡ്, ഐ എം ട്രോമറ്റൈസ്ഡ്. ഐ എം ഫീലിംഗ് സാഡ്. കോച്ച് പറ ഇതിലേതാ നല്ലത്? അല്ല ഇതൊക്കെ ഏത് ലോണാ? നിങ്ങൾ ഇതൊക്കെ എവിടെ അപേക്ഷിക്കുന്നത്? 90s കിഡ് ആണല്ലേ? ഞങ്ങള് ജെൻസി ആണല്ലോ. എന്തൊരു പശുവിനെ വരല്ലേ ഇത്? അയ്യോ അത് ജേഴ്സി. അത് മടക്കട്ടെ, അല്ല അതവിടെ നിക്കട്ടെ. നീ നിന്റെ ഫുട്ബോളിന്റെ അനുഭവം ഒന്ന് പറഞ്ഞേ. കൊച്ചേ, വലിയൊരു ഫുട്ബോൾ കളി നടക്കുന്ന സ്ഥലം. കാണികളുടെ ആവേശത്തില് ഒരുത്ത ഫുട്ബോൾ കൊണ്ട് ഇങ്ങനെ പോവാ. അപ്പൊ ഞാൻ സൈഡിൽ കൂടെ ഒരു സാൻഡ്വിച്ചും കഴിച്ച് നടക്കുമായിരുന്നു. അപ്പൊ എങ്ങാണ്ടൊന്നും ഒരു മാക്കാനം പന്ത് വന്ന് എന്നെ എടുത്തുകൊണ്ട് ഗോളി പോസ്റ്റിന്റെ മുകളിൽ വിരിച്ചിട്ടു. അങ്ങനെ എന്നെ വിരിച്ചിട്ടേക്കുന്ന സമയത്ത് ഏതോ ഒരു കുരുത്തം കെട്ട ചെക്കൻ തോർത്താന്നും കരുതി എന്നെ എടുത്ത് മുഖം തുടച്ച് പിഴിഞ്ഞ് വീണ്ടും വിരിച്ചിട്ടു. അയ്യോ കണ്ടോ, എന്നെ പറ്റി പറഞ്ഞപ്പോ നിനക്ക് സങ്കടമായി? അതല്ല, ആ ചെക്കൻ ഏതായിരുന്നു ഐറ്റം? ആ ചെക്കൻ ഏതായിരുന്നു ഐറ്റം? ഇവിടെ ഷോർട്ട് പുട്ടിന്റെ അടി വെച്ച് അമ്മുക്കട്ടെ. എന്തിനാ? ആരോടാ? അടുത്തതായി നമുക്ക് എക്സസൈസ് ചെയ്യാം. എന്താന്ന്? എക്സസൈസ് ചെയ്യാം. ഞാൻ മിണ്ടൂല, എനിക്ക് അത് പുഴുങ്ങിയ കാച്ചിൽ നിന്ന് കഴിഞ്ഞാ വയ്യായിക ചെയ്യാന്ന്. വ്യായാമം. അതെനിക്കൊരു വയ്യായികയാണ്. അത്ര പ്രായമായോ? ആക്ച്വലി ഞാൻ യങ് അത്ലറ്റ് ആണെങ്കിലും. അത്ലറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ മുടിയോടും കൂടെ ഒന്ന് പറയണം കേട്ടോ. എന്ത്? പുള്ളിക്കാരി ടൈമിംഗ് തെറ്റിയാ നരക്കുന്നത്. ചെയ്യണം അങ്ങോട്ട്. ഞാൻ കാണിച്ചു തരും, നീ ചെയ്യും. ഓക്കെ നോക്കണേ. ഓക്കെ. 1 2 3. ഓ, പുള്ളിക്കാരി പണ്ട് ട്രാഫിക്കിലായിരുന്നു കേട്ടോ. സിഗ്നൽസ് ഒക്കെ എത്ര കൃത്യ. നീ നോക്കാൻ ചെയ്യണം അങ്ങോട്ട്. ചെയ് 1. നിൻമൊഴി കേട്ടാൽ പാൽ കടലലകളിൽ കലയുടെ മാറിലുലാവാൻ നീ ഉണരാ ഞാൻ തപസിരിക്കും. എന്താ ഇത്? ഞങ്ങള് കോളേജിൽ വ്യായാമത്തിന് സൂംബയാ ചെയ്യാറ്. വിളിച്ചു പറയാം കേട്ടാ. ഇവിടെ സ്പോർട്സ് ഓക്കെ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. ഇവിടെ നിൽക്കൂ. മോളെ ആ പന്തം നിട്ടുണ്ടാടി. ഇത്രയും ലൈറ്റ് ഇവിടെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് എന്തിനാ വേറൊരു പന്തം? അണ്ണാക്ക് വെച്ച് തിരി വെച്ച് കത്തിക്കാൻ. നിനക്ക് ഇതെന്താന്നറിയോ? അത് ശരി, പുള്ളിക്കാരി പോയി വരട്ടോ. മഞ്ഞക്കാടിന് ഇന്നും കൂടി അരിയുള്ളൂ. പോയിട്ട് വാട്ടോ. അതല്ലല്ലോ, ഇത് നിനക്കറിയോ? അത് ശരി, അപ്പൊ BPL കാർഡാണോ? എന്നാ പിന്നെ മണ്ണെണ്ണക്കാൻ എടുക്കണ്ട. മണ്ണെണ്ണ ഇല്ല. എന്റെ അമ്മയ്ക്ക് ഇന്ന് കിട്ടിയതും ഇല്ല. അടുത്തതായിട്ട് നിന്റെ അടുത്തുനിന്ന് എത്ര സാഹസികമായിട്ടാണ് ഞാൻ ഈ പന്ത് കട്ടിങ് ചെയ്ത് മാറ്റുന്നത് കാണിച്ചു തരാം. കട്ടിങ് ചെയ്യും. ചെയ്യുമല്ലോ. ചെയ്യും. എനിക്ക് ആ സൈഡ് ഇഷ്ടമല്ല. ഈ സൈഡ് ഞാൻ എപ്പോഴും ആ സൈഡ്. ഓക്കെ. ഞാൻ അപ്പുറത്തേക്ക്. ഓക്കെ. വാച്ചിങ് കണിക്കുത്തോ നിങ്ങള്? പോയില്ലായിരുന്നു. എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ടായിരുന്നു. മൈ മിസ്റ്റേക്ക്. ഓക്കെ. പിന്നെ ഇവിടെ ഉണ്ട്. പോയിട്ടില്ലായിരുന്നു. ഓടി കിടന്ന് ഞാൻ തരത്തില്ല. ഞാൻ എതിർത്തി തരത്തില്ല. ഞാൻ തരത്തില്ല. ഞാൻ ഓക്കെ. കണ്ടോ എത്ര ഈസി ആയിട്ടാണ് ഞാൻ പന്ത് കട്ട് ചെയ്ത് മാറ്റി. എന്തിനാണ് ഇത് ഇങ്ങനെ കിടന്ന് ഡ്രംസ് അടിക്കുന്നേ? അയ്യോ, അവിടെ വിസിലടിച്ചു. കൊച്ചവിടെ വിസിലടിച്ച്. നീ പോയി അങ്ങോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചേക്കാൻ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ എന്നാ പപ്പിച്ച്? കട്ടിങ്. അത് ഓർമ്മയുണ്ട്. ഓക്കെ. കൊച്ചെ ഞാൻ അവിടുന്ന് ചീർ ചെയ്തോട്ടെ. കൊച്ചെ ഞാൻ എന്ത് ചെയ്യണം? കൊച്ചെ കട്ടിയട്ടെ. എടാ താടാ. അയ്യോ കൊച്ചെ, അത് വർക്കായില്ല. കൊച്ചെ ഫോർവേഡ് കളിക്കണം. കിക്ക് ചെയ്യട്ടെ. കൊച്ചെ എനിക്ക് വയ്യ. എനിക്ക് വയ്യ പന്തിന്റെ പുറകെ ഓടാൻ. അല്ല അവിടെ എന്താ അവർ തപ്പുന്നത്? അല്ല പന്തേനും എടുത്തല്ലോ. കൊച്ചെ എന്ത് ചെയ്യണം? കൊച്ചെ എങ്ങോട്ട്? എങ്ങോട്ട് ഓടണം? അയ്യോ കാണിക്കില്ല. അയ്യോ ഗോള്. എന്ത് കാണിച്ചു? അയ്യോ നിങ്ങളെന്താ അവിടെ തൈ നടന്നു? മോനെ ഒന്ന് അടിക്കടാ. എന്താ നമ്മള് ജയിച്ചാ നമ്മള് തോറ്റ 6-0. ഞാൻ എന്റെ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ കേട്ടോ. വിളിക്ക്. നീ അവിടെ നിന്ന് കൈകൊട്ടെന്ന് ഞാൻ കണ്ടായിരുന്നല്ലോ. 10 കിലോമീറ്റർ സ്പീഡിൽ നിങ്ങളുടെ തലയിൽ ബോൾ വന്നടിച്ചിട്ടുണ്ടാ? ഇല്ല. അപ്പൊ നിങ്ങൾ കയ്യും കൊട്ടും കാലും കൊട്ടും. ഫുട്ബോൾ വട്ടത്തിലാന്നല്ലാതെ വേറെ എന്തെങ്കിലും വാങ്ങാൻ നിങ്ങൾക്ക് അറിയാവോ? പിന്നെ എന്തിനും ഇങ്ങോട്ട് കയറി വന്ന്? 500 രൂപയും ഒരു ബിരിയാണിയും വാങ്ങിച്ചരാന്ന് നിന്റെ മാമൻ പറഞ്ഞായിരുന്നു. മുദ്രയുള്ള തട്ടി അത് പറഞ്ഞല്ലേ? അല്ലെങ്കിൽ ഞാൻ വാർക്കപ്പണിക്ക് പോയണ്ടേ വന്നെ. അല്ല നമ്മുടെ കപ്പ് അപ്പുറത്തെ ക്യാൻറ്റീനിൽ കപ്പ കൊടുക്കുന്നുണ്ട്. ഞാൻ വാങ്ങിത്തരാം. മാറ്. അക്ഷയ പീട്ടി പപ്പ എന്ത് പറഞ്ഞടി?
6 ഗോൾ ഇങ്ങോട്ട് വഴങ്ങിയിട്ട് ഒരു ഒറ്റ ഗോൾ പോലും തിരിച്ചടിക്കാൻ പറ്റാതെ നീയൊക്കെ കല്യാണം കഴിച്ചിട്ട് എന്തിനാടാ എന്ന് പപ്പ പറയാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ കല്യാണം എന്നൊന്ന് സിസ്റ്റർ ആയിട്ട് കണ്ടാ മതി. നമ്മുടെ ഇന്നത്തെ സ്കിറ്റിന്റെ സമയം, നമ്മുടെ എപ്പിസോഡിന്റെ സമയം ഏതാണ്ടെന്നല്ല കഴിയാറായി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് അടുത്ത എപ്പിസോഡിൽ ഇതിലും നല്ല സ്കിറ്റുകളും കോമഡികളും കൗണ്ടറുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം ഗുഡ് നൈറ്റ്.